അഗ്നിശ്ച സ്വാധ്യായ പ്രവചനിച്ച അഗ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം, അഗ്നിയെ സൂക്ഷിച്ചു വെക്കൂ എന്ന് പറഞ്ഞു. എന്താണ് അഗ്നി എന്ന് പറയുമ്പം, പണ്ട് കാലങ്ങളിൽ അഗ്നി ഉണ്ടാക്കുക, ഇന്നത്തെ പോലെ തീപ്പെട്ടിയൊന്നുമില്ല, ഇന്നാണ് തീപ്പെട്ടി ലൈറ്ററൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് അരണി കടഞ്ഞിട്ട് വേണം അഗ്നി ഉണ്ടാക്കാൻ. അപ്പോൾ എന്തുണ്ടാവും, ആവശ്യം കഴിഞ്ഞാൽ കനൽ കെടാതെ സൂക്ഷിക്കും, കനൽ നിലനിർത്തും. അതിനെപ്പോഴും നിലനിർത്തണം. കാരണം അടുത്ത വീട്ടിലൊന്നും അഗ്നി ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അവനവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ അഗ്നി വേണം. ഭക്ഷണത്തിന് മാത്രമല്ല, പൂജാ കാര്യങ്ങൾ എന്ത് വേണം, ഒന്ന് വിളക്കെത്തിക്കണമൊക്കെ അഗ്നി വേണം. അപ്പോൾ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും അത്യാവശ്യ വസ്തു അഗ്നി. അതിനെ നിലനിർത്തൂ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കൂ, അവിടെ മുടക്കങ്ങളൊന്നും വരുത്തരുത്. അതോടൊപ്പം സ്വാധ്യായവും പ്രവചനവും വേണം. ഇന്നത്തെ പോലെ ഇന്ന് സാധനങ്ങളൊക്കെ ഒരു വീട്ടിലില്ലെങ്കിൽ അടുത്ത വീട്ടിൽ, പണ്ടൊക്കെ അങ്ങനെയല്ലേ, മതിലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് മതിലൊക്കെ ഉയർത്തി കെട്ടി അതിൻ്റെ ഉള്ളിൽ ആൾ താമസമുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഇപ്പോഴും ന്യൂസ് കേട്ടില്ലേ, 20 വർഷമായിട്ടൊരു വീട് അടഞ്ഞു കിടന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ അസ്ഥികൂടായിരുന്നു എന്നൊക്കെ. നമ്മൾ വിചാരിക്കും 20 വർഷമായിട്ട് വീടിൻ്റെ ഉള്ളിൽ ആരും കയറിയില്ലേ എന്നൊക്കെ നമുക്ക് അത്ഭുതം തോന്നും പലതും കേൾക്കുമ്പോൾ. അത്ര ഒറ്റപ്പെട്ടു പോയി മനുഷ്യൻ. പണ്ടങ്ങനെയല്ല, ഒരു വീട്ടിലൊരു വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ വേറെ ബാക്കിൽ കൂടെ ആരെങ്കിലും പോകും, അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരും. ഉള്ളതിനെയും ഇല്ലാത്തതിനെയൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് ജീവിച്ചൊരു കാലം ഒക്കെ ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി ഇപ്പം. പക്ഷെ അവിടെയൊക്കെ മനുഷ്യർ തമ്മിൽ ഹൃദയം കൊണ്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അടുത്ത വീട്ടിൽ എന്താ സംഭവിച്ചതെന്നും നമ്മൾ അറിയുന്നേ ഇല്ല. ഒരു വീട്ടിൽ മനുഷ്യർ തമ്മിൽ ബന്ധമില്ല, വളരെ സൂക്ഷിക്കണം. ഇതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അടുത്ത വീട്ടിൽ അഗ്നി ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കണം. അവർക്ക് ഇവിടെ ഒന്ന് ചോദിക്കാനുള്ള മനസ്സും ഉണ്ടാവണം, അവിടെ പോയി ചോദിച്ചാൽ കാര്യം നടക്കുന്ന ഉറപ്പുണ്ടാവണം. ഇങ്ങനെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കലും കൊടുക്കൽ വാങ്ങലുകൾ ഇതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് പറയണു അഗ്നി സൂക്ഷിച്ചു വെക്കൂ എന്ന് പറയണം. അതിൻ്റെ ശേഷം എന്ത് പറഞ്ഞു, അഗ്നിഹോത്രം ചെയ്യണം എന്ന് പറയണം. അഗ്നിഹോത്രം ച സ്വാധ്യായ പ്രവചനേ ച. അഗ്നിഹോത്രം അതിപ്പം ഈ പൂജാരിമാർ നമ്പൂരിമാരെല്ലാം ചെയ്യുക, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരും. പണ്ട് കാലത്ത് അങ്ങനെ ഇല്ലായിരുന്നു. പഴയ മുത്തശ്ശിമാരൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്ന നോക്കിയാൽ അവരിന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചെടുത്തിട്ട് അടുപ്പിലിടും, അഗ്നിദേവന് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. ഇപ്പോഴും ഇവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും കാണാം. ഞാനൊക്കെ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഈ ചായക്കടയിൽ ആദ്യം ഉണ്ടാക്കുന്ന ചായ എടുത്തിട്ട് പുറത്തേക്ക് ഒഴിക്കണം കാണാം, ഭൂമി ദേവിക്ക്. കുറച്ച് സ്റ്റൗവിലേക്ക് ഒഴിക്കണേ കാണാം. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ആദ്യത്തെ ചായ വിൽക്കുള്ളൂ അവർ. അപ്പോൾ ഇത് കടയിൽ മന്ദിറുണ്ടെങ്കിൽ അവിടെയും കൊണ്ടുവെക്കും ഒരു ചായ ആദ്യം ദൈവത്തിന്. പണ്ട് നമുക്കൊക്കെ അങ്ങനെ. ഇപ്പം ഈ അടുത്ത കാലം വരെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം എടുത്തിട്ട് ഒരു ഉരുള, ആദ്യത്തെ ഉരുള ഗുരുവിനോ ഇല്ലെങ്കിൽ ഇഷ്ടദൈവത്തിനൊക്കെ സങ്കല്പിച്ച് വെക്കുകയായിരുന്നു. കിട്ടിയ വഴിക്ക് വാരി വിഴുങ്ങണ പരിപാടിയില്ല, പ്രാർത്ഥനയോട് കൂടി വെച്ചിട്ടൊക്കെയുള്ള ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയാണ് ഊണ് കഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പോഴും നമുക്കൊരു അവരോടൊക്കെ ഒരു കൃതജ്ഞതയുണ്ട്, ഇവരൊക്കെ അനുഗ്രഹം കൊണ്ടാണ് അല്ലേ. എപ്പോഴും ഇത് ഓർമ്മ വേണം. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ ആചാര അനുഷ്ഠാനങ്ങൾ. ഓരോരുത്തർക്കും അവരുടെ കുലവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതൊന്നും മുടക്കം വരുത്താൻ പാടില്ല. അതൊക്കെ പരസ്പര ബന്ധത്തിന്, ഐക്യത്തിന്, പുരോഗതിക്ക് ഒക്കെ ഇത് ആവശ്യമാണ്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ദൈവത്തിന് യാതൊരു നഷ്ടവുമില്ല. അതുകൊണ്ട് നഷ്ടം മനുഷ്യനാണ്. മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടായി തുടങ്ങും. ഇന്നിപ്പോൾ കുടുംബക്ഷേത്രങ്ങൾ, അവിടെ ഉത്സവവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നല്ലതാണ്. എല്ലാവർക്കും കൂടി ഒത്തുകൂടാനും ഒരുമിക്കാനുള്ളൊരവസരം, പരസ്പരം കാണാത്തവർ കാണാനും പരിചയപ്പെടാനുള്ള അവസരം. അവിടെ വരുന്ന വേറൊരു പ്രശ്നം എന്താ പറഞ്ഞാൽ, ഈ കുടുംബദേവതമാരെയും മറ്റും തീരുമാനിച്ച് നടത്തുന്ന തന്ത്രിമാരും പിന്നെ ജ്യോത്സ്യന്മാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ഈ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വേണ്ടാത്ത പലതും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരും. അവിടെ നമ്മൾ യുക്തിയോടുകൂടി പെരുമാറണം, ഇല്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരാൾ
ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഞാനിപ്പോൾ ഈയിടെ ഒരു വീഡിയോ ചെയ്തു വിളക്ക് കത്തിക്കുന്നതിനെ കുറിച്ച്. അതിൻ്റെ ശേഷമാണ് അയാൾ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത് അവരുടെ കുടുംബത്തിൽ ഇതുപോലെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഒരാളെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചപ്പോൾ കുടുംബദേവതയുടെ പൂജ മുടങ്ങിയതാണ് പറഞ്ഞു. കുടുംബദേവതയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് അമ്പലമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിൽ പിന്നെ അവിടുത്തെ പണ്ടത്തെ കാരണന്മാർ നന്നായി മദ്യപിക്കുന്നവരായിരുന്നു. ഒരു ദേവി ആ ഭാവത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവിയെ പൂജിക്കണമെങ്കിൽ മദ്യവും മാംസമൊക്കെ വേണം, ആ രീതിയിലായി. അപ്പോൾ അവിടുത്തെ പൂജ റെഗുലറായിട്ട് നടക്കാൻ തുടങ്ങി, സാത്വികഭാവത്തുള്ള പൂജ ഇല്ലാണ്ട്. അങ്ങനെ ഒരു തലമുറയുള്ള പലരും ഈ ദേവിയെ ഉപാസിച്ച് അങ്ങനെ നശിക്കാൻ തുടങ്ങി. ഒരാൾ വളരെ വിഷമത്തോടു കൂടി പറയാം, ഒരു തലമുറ ഇങ്ങനെ മാറിപ്പോയി അവർ അധർമ്മത്തിലേക്ക്. കാരണം എന്താണ്? ഈ ഉപദേശം കൊടുത്ത ആൾക്ക് വ്യക്തമായ ഈശ്വര തത്വത്തിനെ കുറിച്ച് അറിയില്ല. മൂപ്പര കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞു. ഈയിടെ ഞാൻ ഒരു സ്ഥലത്ത് കണ്ട എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, അവിടെ ദേവന്മാരും ദേവിമാരും എല്ലാം കൂടി ഒരുമിച്ച് വന്നു അത്ര. ഓരോ സ്ഥലത്ത് നമ്മൾ നോക്കും, നമ്മൾ എത്ര അറിവില്ലായ്മയിലേക്കാണ് വീണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ വന്ന ദേവിമാരയിൽ ഉയർന്ന ജാതിയിലുള്ള ദേവി ഒരു സ്ഥലത്ത് വന്നിരുന്നു. അപ്പോൾ ആ ദേവിയുടെ കൂട്ടത്തിലുള്ള വേറെ ദേവിയിൽ താഴ്ന്ന ജാതിയുള്ള ദേവിയുണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ SC/ST പെട്ട ദേവി. അതാണല്ലോ ഇപ്പോൾ താഴ്ന്ന ജാതി പറഞ്ഞിട്ട് ഗവൺമെൻറ് മാറ്റിവെച്ച്, നമ്മൾ മാറ്റിവെച്ചില്ലേ, ഗവൺമെൻറ്റാണ് കീഴ്ജാതി സവർണർ അവർണർ എന്നൊക്കെ മാറ്റിവെച്ച്. ആ ദേവിക്ക് ഇരിക്കാൻ വേറെ സ്ഥലം വേണം. ഈ ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചിന്ത, അതായത് സവർണരും അവർണരുമായിട്ട് ഈശ്വരനെ മാറ്റി ഈശ്വരന്മാർ പോലും വേറെ വേറെ ഇരിക്കേണ്ട ഒരു ചിന്ത, ഇത് ആ പ്രശ്നം വെച്ച ജ്യോത്സ്യൻ്റെ മനസ്സിലാണോ ഇല്ലെങ്കിൽ ഇത് തീരുമാനിച്ചു കൊടുത്ത പൂജാരിയുടെ മനസ്സിലാണോ ഉള്ളത്? അങ്ങനൊരു ദേവി ഉണ്ടാവുമോ? ജഗത് മാതാവ് ഒന്നല്ലുള്ളൂ, പ്രകൃതി മായാശക്തി. അതിൽ സവർണരെ അവർണരെ തീരുമാനിക്കുന്ന മനുഷ്യനാണ് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത്. നമ്മുടെ വേദങ്ങളിലത് പറഞ്ഞിട്ടില്ല, വർണ്ണങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. വർണ്ണം എല്ലാ വ്യക്തിയിലുള്ളതാണ്, 4 വർണ്ണങ്ങളും. നമ്മൾ ത്രിഗുണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴറിയാം. ഈ വക അജ്ഞാനത്തിനൊക്കെ മാറ്റേണ്ടത്. അപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഇല്ലെങ്കിൽ ഒന്നിച്ചൊരു ഗാവിൽ, ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിലൊക്കെയാണ് ഗാവ് ദേവി എന്ന് പറയുക, ആ ഗ്രാമത്തിൻ്റെ ഒരു ദേവത. അപ്പോൾ അന്ന് വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടി ഒത്തുകൂടി അതൊരു ഉത്സവമാണ് ഗാവ് ദേവതയ്ക്കുള്ള. അതൊക്കെ എല്ലാവർക്കും ഒത്തുകൂടാനും പരസ്പരമുള്ള വിദ്വേഷങ്ങൾ മറക്കാനും ഐക്യമുണ്ടാവാനും വേണ്ടിയിട്ടാണ്. ഐക്യമുണ്ടെങ്കിലേ പുരോഗതിയുള്ളൂ. അല്ല, ഭഗവത്ഗീത കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, പരസ്പരം ഭാവന ചെയ്തുകൊണ്ട്, എന്താ പറയുക, സഹായിച്ചുകൊണ്ട് യജ്ഞഭാവനയിൽ നിന്നാലേ പുരോഗതി ഉണ്ടാവുള്ളൂ എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓർമ്മ വരണം. ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസ് ഇതൊക്കെയാണ് എന്ന് നമുക്ക് ഓർമ്മ വരണം. കുടുംബ ബന്ധങ്ങളും നന്നായിരിക്കാനും ആ ഒരു ഐക്യത്തിൽ നിന്ന് ഉണ്ടാവുന്ന സ്നേഹത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ടായിരിക്കണം. ഈശ്വര തത്വങ്ങളെ വേറെ വേറെയായി കണ്ടുകൊണ്ട് പരസ്പരം ഭിന്നിച്ച് നിൽക്കാനോ ദുസ്വഭാവങ്ങൾ ഉണ്ടാക്കാനോ കലഹിക്കാനോ ഉള്ളതല്ല. ഇത് ആലോചിക്കണം. നമ്മളിപ്പോൾ തന്നെ യൂട്യൂബ് എടുത്ത് വെച്ചിട്ട് ദേവപ്രശ്നത്തിൻ്റെ അഷ്ടമംഗല ദേവപ്രശ്നം എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കുറേ വീഡിയോ കിട്ടും. അതിലൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്ന വിഡ്ഢിത്തങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര അധപ്പതിച്ച് കിടക്കുകയാണ് നമ്മൾ. ഈ സ്വാധ്യായം ഇല്ലാതെ പോയതിൻ്റെ പ്രശ്നമാണ്. ഒരു ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്ര സമുച്ചയം, അവിടെ കുറേ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ഇപ്പോഴും കിട്ടും കേട്ടോ, യൂട്യൂബിലുള്ള ഒരു വീഡിയോനെ കുറിച്ച് ഞാൻ പറയുന്നത്. അവിടെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കൂടെ വേണം സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്കുള്ള നിവേദ്യം കൊണ്ടുപോകാൻ. അത് ശ്രീകൃഷ്ണന് ഇഷ്ടമല്ലാന്ന്. ശ്രീകൃഷ്ണൻ്റെ മുന്നിൽ കൂടെ ശ്രീകൃഷ്ണന് കൊടുക്കാതെ സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊണ്ടുപോകുന്നത് ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് കോപമുണ്ട്, ദൈവകോപമുണ്ടെന്ന്. അതുകൊണ്ട് അങ്ങോട്ടുള്ള റൂട്ട് മാറ്റണമെന്ന് പറഞ്ഞു കൊടുക്കപ്പോഴും കാണാൻ വീഡിയോ. നമുക്ക് അത്ഭുതം തോന്നും. ഇങ്ങനെ മനുഷ്യൻ്റെ തലത്തിലുള്ള അസൂയയും കുശുമ്പും കുനിഷ്ഠമുള്ള തലത്തിലേക്ക് ഈശ്വര രൂപങ്ങളെ മാറ്റി നിർത്തി വിവരമില്ലാത്തവർ, അജ്ഞാനികൾ. നമ്മൾ വേണം അത് മാറ്റിയെടുക്കാൻ. ശ്രീകൃഷ്ണനും സുബ്രഹ്മണ്യനും കൂടി എന്താ, ഈശ്വര തത്വം ഒന്നല്ലേ? അങ്ങനൊരു അസൂയ ഉണ്ടാവുമോ? നമ്മളോടൊക്കെ ആരോടും അസൂയ തോന്നരുത്, എല്ലാ ജീവജാലങ്ങളിലും ഞാനാകുന്നു എന്ന് പറഞ്ഞൊരു ശ്രീകൃഷ്ണൻ ഇങ്ങനെ അസൂയപ്പെട്ടിരിക്കുമോ? ഇല്ലെങ്കിൽ അങ്ങോട്ട് ശ്രീകൃഷ്ണൻ മുന്നിൽ കൂടെ പോകുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പറയണം അവൻ്റെ മുന്നിൽ കൂടെയാണ് വന്നത്, എനിക്ക് കൊതി കിട്ടും, എനിക്ക് വേണ്ട, അങ്ങനെ പറയുന്ന സുബ്രഹ്മണ്യ സ്വാമി ഉണ്ടാവുമോ? എന്തൊരു കഷ്ടമാണ്, അറിവില്ലായ്മ. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ദേവപ്രശ്നത്തിന് അഷ്ടമംഗലത്തിന് വല്ല പേര് കേട്ട സ്ഥലത്തൊക്കെ ആൾക്കാരായിരിക്കും, ഈ വക അറിവ് അവർക്കില്ലെങ്കിൽ ദയവായിട്ട് അവരോട് പറയാം, എന്നെ ബുദ്ധിഭേദം ജന ഏത്, നിങ്ങൾ വന്ന് കൺഫ്യൂഷൻ ആക്കരുത്.
ഞങ്ങളുടെ കുടുംബദേവത ഞങ്ങളുടെ അമ്മയാണ്, ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾക്കറിയാം അമ്മയെ വിളിക്കാൻ. മക്കൾ ആത്മാർത്ഥമായിട്ട് ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് വിളിക്കുന്നത്. അമ്മയ്ക്ക് അത് സ്വീകരിക്കാനും അറിയാം. സിമ്പിളാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്ത ആൾക്കാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് കൺഫ്യൂഷനൊന്നും ആവരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അറിവിൻ്റെ വെളിച്ചത്തിൽ അതൊക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ തത്വം കൂടി ചിന്തിക്കണം. ഓരോരുത്തരും ഓരോ ആചാര അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ ഈ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ വേണം അതിനെ സ്വീകരിക്കാൻ. ഇല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. എപ്പോഴും ഓർമ്മിക്കാറുണ്ട്, ഹിന്ദു സമൂഹം നശിച്ചു പോകുന്നതിന് ഈ വക കാരണം നമ്മുടെ അജ്ഞാനം കൊണ്ടാണ് നമ്മൾ നശിക്കുന്നത്. നമ്മൾ ശ്രമിച്ചില്ല സ്വാധ്യായത്തിനും പ്രവചനത്തിനും. വീണ്ടും നമ്മളുടെ ഉത്തരവാദിത്വം. ഇപ്പോഴെങ്കിലും ഈ പ്രകൃതി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഗുരുകാരണന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്കിത് മനസ്സിലാക്കാനുള്ളൊരു അവസരം വന്നു ചേർന്നു. എന്തോ പുണ്യം, നമ്മൾക്ക് ആ ഒരു പുണ്യമുള്ളതില്ലേ ഇവരുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്. ആ ഒരു അവസരം നമ്മൾ മുതലെടുക്കണം, വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം, അറിവിൽ ജീവിക്കണം, ആ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊരിക്കലും മുടക്കാൻ പാടില്ല, എന്നാലേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എല്ലാം കൂടി ചേർന്ന് വസുദൈവ കുടുംബകം, നമ്മൾ എല്ലാം കൂടി ചേർന്ന ഒറ്റ കുടുംബമാണ്. ഈ ബോധത്തിലേക്കാണ് ഉയരേണ്ടത്. അതിന് ഈ ആചാര അനുഷ്ഠാനങ്ങൾ നമ്മളെ സഹായിക്കണം. അതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് അഗ്നിഹോത്രത്തിന് ഇത്ര പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇത് ഈ നമ്പൂതിരിമാർ ചെയ്യുന്ന ഹോമമാണ് എന്ന് വിചാരിച്ച് പോകരുത്. നമ്മൾ ആലോചിക്കുന്നത്, ഇതിൽ ഈ ആചാര അനുഷ്ഠാനങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജാതിയെ നിർദ്ദേശിച്ചിട്ടില്ല ഒരു സ്ഥലത്തും. ഇപ്പോൾ ഈ തൈത്തിരീയ ഉപനിഷത്തിൽ നിന്ന് എടുത്തു നോക്കൂ, ഇത് ചെയ്യണം എന്നേ പറഞ്ഞുള്ളൂ. ഇന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മളെ കുടുംബത്തിലൊരു പൂജ നടക്കണമെങ്കിൽ വേറൊരാൾക്ക് ഒഴിവുണ്ടോ നോക്കണം പോയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മളെ കുടുംബത്തിൽ ഒരു പൂജ നടക്കണം എന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടിലുള്ള ഒരു ദൈവത്തിന് നമ്മളൊരു നേർച്ച വെക്കണമെങ്കിൽ അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ഒരു പുരോഹിതൻ, നമ്പൂരി, ഇല്ലത്ത് നമ്പൂരിക്ക് ഒഴിവുണ്ടോ, ഇല്ലെങ്കിൽ അയാൾ വന്നിട്ട് വേണം ചെയ്യാൻ. അത്രയും കാലം നമ്മളുടെ വീടിൻ്റെ അമ്മയായിരിക്കുന്ന ഭഗവതി പട്ടിണി കിടക്കണം. എന്താണ് മക്കൾ പറയാം, ഞങ്ങൾ യോഗ്യരല്ലാന്ന്. ആ അമ്മയ്ക്ക് എത്ര വിഷമമുണ്ടാവും. ഈ പ്രശ്നം നമ്മൾ ഓർമ്മിക്കാനുണ്ട്. ഓരോരുത്തരും ഈ അറിവ് നേടാൻ ശ്രമിക്കുക, പൂജിക്കുക എന്നുള്ള